ഇപ്പോൾ CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ് കൂടി ചേരുന്നുണ്ട്. ശ്രീ വി ജോയ്, നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും, ശ്രീലേഖ അന്ന് ശ്രീലേഖ ശാസ്തമംഗലത്തെ സ്ഥാനാർത്ഥി, BJPയുടെ NDAയുടെ സ്ഥാനാർത്ഥി, അന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ആ പ്രീ പോൾ സർവേ ഫലം നിർമ്മിച്ചത് BJP ഓഫീസിലാണ്. വടക്കൻ സംസ്ഥാനങ്ങളിൽ BJPക്ക് വേരോട്ടമില്ലാത്ത സംസ്ഥാനങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി BJP പയറ്റുന്ന കുതന്ത്രങ്ങൾ. അതേ കുതന്ത്രം കേരളത്തിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു സീറ്റ് ഉറപ്പിക്കാൻ ആ നിലപാട്, അതേ തന്ത്രം തന്നെ കേരളത്തിലും പയറ്റുന്നു എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പില് മറ്റു സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ BJP എടുത്തിട്ടുള്ള അതേ തന്ത്രമാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോ ത്രിപുരയിലാണെങ്കിലും ഏറ്റവും അവസാനം ബീഹാറിലാണെങ്കിലും ഗുജറാത്തിലാണെങ്കിലും ഡൽഹിയിലടക്കം അവരെടുത്തിട്ടുള്ള ഏറ്റവും വലിയ മോശപ്പെട്ട കുതന്ത്രങ്ങളാണ് ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പിൽ BJP അവലംബിച്ചിട്ടുള്ളത്. ആദ്യം മുതൽ തന്നെ വ്യാജ വീഡിയോകൾ നിർമ്മിക്കുക, ആ വ്യാജ വീഡിയോകൾ പുറത്തുവിടുക, അതിന് വേണ്ടത്ര പ്രചാരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഗൂഗിളിന് പൈസ അടയ്ക്കുക, ഇങ്ങനെ അടച്ച് അത് വ്യാപകമായി പ്രചരിപ്പിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പ്രവർത്തനമാണ് ഇവർ നടത്തിയത്. പക്ഷേ ഈ ശ്രീലേഖയ്ക്ക് ആദ്യം മുതൽ തന്നെ ആളുകളുടെ ഇടയിൽ അപമതിപ്പുണ്ടാകുന്ന ധാരാളം സംഭവങ്ങളുണ്ടായി. അവർ IPS എന്ന പദം ഉപയോഗിച്ചു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ. ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തപ്പോഴാണ് IPS എന്ന സ്ഥാനം മാറ്റിയത്. പിന്നെ അതിനുശേഷം അവര് വ്യാജമായി നിരവധി വീഡിയോകൾ അതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളിലും അവർ ഉപയോഗപ്പെടുത്തി. ഇപ്പൊ ഏറ്റവും അവസാനം ഇലക്ഷന്റെ തലേ ദിവസം സ്വന്തം പേജിൽ നിന്ന് പ്രീ പോളിന്റെ ഫലം എന്നുള്ള വ്യാജേന മറ്റൊരു ഏജൻസി ചെയ്തു എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ വരുത്തി തീർത്ത ഒരു പ്രീ പോൾ ഫലം സ്വന്തം ഫേസ്ബുക്കിൽ പബ്ലിഷ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. യഥാർത്ഥത്തില് നിയമം നടപ്പിലാക്കിയ അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്തിരുന്ന ഒരു വനിതയാണ് ഈ ശ്രീലേഖ എന്ന് പറയുന്നത്. അപ്പൊ എത്രത്തോളം ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ വന്നതോടുകൂടി ആ നിയമം എല്ലാം കാറ്റിൽ പറത്തി നിയമത്തിന് പുല്ലുവില നൽകിക്കൊണ്ടാണ് ശ്രീലേഖ ഈ പറഞ്ഞിട്ടുള്ള ഈ പ്രീ പോൾ സർവേ ഫലം തന്റെ പേജിൽ ഇട്ടിട്ടുള്ളത്. ഇത് വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വരാൻ പോകുന്ന നാളുകളിലും ഇതിനെല്ലാം ഇവർ മറുപടി പറയേണ്ടതായിട്ട് വരും. കാരണം എന്ന് പറഞ്ഞാല് ഈ BJPയെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനും നിലനിർത്താനും അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റുന്ന ഒരു വലിയ വിഭാഗം ഇപ്പോ പിണങ്ങി നിൽക്കുകയാണ്. അവരെ ഒരു കാര്യത്തിലും അടുപ്പിക്കുന്നില്ല. സ്വാഭാവികമായി പുത്തൻ കുറെ നേതാക്കന്മാർ വന്ന് എന്തുമാകാമെന്നുള്ള നിലയാണ് BJPയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇതെല്ലാം നിർമ്മിക്കുന്നത് അവരുടെ മീഡിയ സെല്ലിൽ നിന്നാണ്. BJPയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിനോട് ചേർന്നിട്ടുള്ള മീഡിയ സെല്ലിൽ നിന്നാണ് ഇതെല്ലാം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, വളരെ നന്ദി ഈ ഒരു പ്രതികരണത്തിന് ശ്രീ വി ജോയ് MLA.